ഈ കാണുന്ന കലാത്തിയ ലൂട്ടിയയ്ക്ക് ഇത്ര വിലയുണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എൻ്റെ ഒരു സുഹൃത്ത്, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അവൻ്റെ വീടിൻ്റെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കലാത്തിയ ലൂട്ടിയ വേണം. ഇതെവിടെ കിട്ടുമെന്നായിരുന്നു അവന് ക്വയറി. ഇതിൻ്റെ കൂടെ അവനൊരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ വായിച്ചു തന്നു. ഒരു സെയിലിൻ്റെ വീഡിയോ ആണ്. 5 കലാത്തിയ പ്ലാന്റിന് 500 രൂപ, അതായത് ഒരു പ്ലാന്റിന് 100 രൂപ. കോംബോ ഓഫറിനാണ് ഈ വില പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള വില എന്താ? എന്തായാലും കാശ് കളയണ്ട, ഞാൻ നിനക്ക് ചെടി തരാമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. 10 തൈ മാത്രം വെച്ചത് കടവണ്ണം വലിപ്പം വെച്ച് ഇപ്പോൾ ഏകദേശം 50 തൈൻ്റെ അടുത്തുണ്ട്. പിന്നെ എന്തിനു പുറത്തുനിന്ന് മേടിക്കണം? എന്നാൽ പിന്നെ അവന് കൊടുത്തേക്കാമെന്ന് കരുതി ഞാൻ പോയത് വലിച്ചു നോക്കി. എത്ര ശക്തി വലിച്ചിട്ടും സാധനം കഴിക്കുന്നത് പോരുന്നില്ല. മണ്ണ് അത്ര ഉറച്ചു നിൽക്കുക. ഇനിയിപ്പോൾ എന്താ അതിനൊരു സൊല്യൂഷൻ? ഇതിനിപ്പോൾ ചെടി കൊടുക്കണമല്ലോ എന്ന് ഞാൻ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് കലാത്തിക്ക് സീഡ് ഉണ്ടാവുന്നത്. കേട്ടത് സത്യമാണോ എന്നുള്ളതാണ് പിന്നത്തെ ഡൗട്ട്. ഈ കാണുന്നതാണ് കലാത്തിയുടെ പൂവ്. ഇതിൽ ഈ കാണുന്ന മഞ്ഞ ഫ്ലവേഴ്സ് മെച്ചുറായി കരിയാൻ തുടങ്ങും. കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഓരോ എതളിൻ്റെ ഉള്ളിൽ, ഈ റെഡിഷ് എതളിൻ്റെ ഉള്ളിൽ വിത്ത് ഫോം ചെയ്യും. ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു മുന്തിരിക്കുരു പോലെയാണ് തോന്നിക്കുന്നത്. നല്ല ഹാർഡാണ്. ഇത് മുളയ്ക്കോ ഇല്ലയോ എന്നറിയില്ല. കലാത്തിക്ക് വിത്തുണ്ടെന്ന് അറിഞ്ഞപ്പം മുതൽ മൈൻഡ് പോകുന്നത് ഫുള്ള് കാൽക്കുലേഷനിലേക്കാണ്. ഒരു പൂവിനകത്ത് മിനിമം ഒരു 5, 6, 7 വിത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 1000 വിത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 രൂപയാണ്. ഇത് വിൽക്കുന്നവരെന്തായാലും അത്യാവശ്യം കാശുണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഞാനീ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കാം. കാരണം ഈ പറയുന്ന കലാത്തിയുടെ വിത്ത് മുളച്ചാലേ ഈ ക്യാഷ് കിട്ടുള്ളൂ. എന്തായാലും വിത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. ഈ കാണുന്ന ഡാർക്ക് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ മെച്യൂറായിട്ടുള്ള വിത്ത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 തരത്തിലാണ് വിത്ത് കാണപ്പെടുന്നത്. ഒന്നീ കാണിച്ച ബ്ലാക്ക് കളറും, പിന്നീട് മെച്യൂർ ആവാത്ത ഈ ഓറഞ്ച് കളറുള്ള വിത്തും. ഒരു ഫ്ലവറിനകത്ത് ഏകദേശം ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 6, 7, 8 സീഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഏത് മുളയ്ക്കും? ഈ കാണുന്ന പിങ്കിഷ് ഓറഞ്ചാണോ ബ്ലാക്കാണോ? ഇനി അതുപോലെ രണ്ടും മുളയ്ക്കുമോ മുളയ്ക്കില്ലേ ഒന്നും അറിയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.